എല്ലാവർക്കും നമസ്കാരം. SLC ഫിസിക്സിന്റെ ഓണം എക്സാമിന് വേണ്ടിയുള്ള 1 മാർക്സ് ക്വസ്റ്റ്യൻസുകളാണ് നമ്മൾ ഈ ഒരു വീഡിയോയിൽ ഇന്നിപ്പോൾ ചെയ്യാൻ പോകുന്നത്. നമുക്കറിയാം 1 മാർക്ക് എന്ന് പറഞ്ഞാലും വളരെ ഇമ്പോർട്ടൻ്റ് ആണ് അല്ലേ. A+ ആഗ്രഹിക്കുന്ന കുട്ടികൾ അല്ലെങ്കിൽ A+ നഷ്ടപ്പെടാതിരിക്കാൻ വേണ്ടി നമുക്ക് ഈ 1 മാർക്കും ക്വസ്റ്റ്യൻസ് നമ്മൾ നല്ല രീതിയിൽ അറ്റൻഡ് ചെയ്യേണ്ടതായിട്ടുണ്ട്. നേരത്തെ പോലെ ഒന്നുമല്ല, ക്വസ്റ്റ്യൻ പാറ്റേൺ വ്യത്യസ്തമായിട്ടുണ്ട്. നമുക്കറിയാം, നിങ്ങൾ കണ്ടിട്ടുണ്ടല്ലേ, ഓപ്ഷൻസ് അല്ലെങ്കിൽ റീസൺസ് ഒക്കെ പറഞ്ഞാണ് ക്വസ്റ്റ്യൻസ് വരുന്നത് അല്ലേ. അപ്പോൾ ആ ഒരു ഫോർമാറ്റിലുള്ള ക്വസ്റ്റ്യൻസ് നമുക്ക് നോക്കാം. ഓരോ ക്വസ്റ്റ്യൻ കാണുമ്പോഴും അത് ഐഡന്റിഫൈ ചെയ്ത് ഇന്നതാന്ന് നിങ്ങൾ മനസ്സിലാക്കി എടുക്കണം കേട്ടോ. അതിനുവേണ്ടി നിങ്ങൾ നല്ലപോലെ കൺസെപ്റ്റ് മനസ്സിലാക്കിയാൽ മാത്രമുള്ളൂ ക്ലിയർ ആക്കി ചെയ്യാൻ പറ്റത്തുള്ളൂ. അതുകൊണ്ട് തന്നെ ഈ 1 മാർക്സിന്റെ ക്വസ്റ്റ്യൻസ് എന്താണ്, ഒരുപാട് ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പൊ നമുക്ക് നോക്കാം. ആദ്യത്തെ ക്വസ്റ്റ്യൻ നോക്കിയേ, എക്സാമിൻ ദ അസേർട്ടൺ ആൻഡ് റീസൺ ആൻഡ് ചൂസ് ദ കറക്റ്റ് ഓപ്ഷൻസ്. ഇവിടെ കൊടുത്തിട്ടില്ല, താഴെ കൊടുത്തിരിക്കുന്ന കാരണവും കേട്ടോ, കാര്യവും കാരണവും പരിശോധിച്ച് ശരിയായ ഓപ്ഷൻ തിരഞ്ഞെടുക്കാനാണ് ചോദിച്ചിരിക്കുന്നത്. ദ അസേർട്ടൺ നോക്കിയ കാര്യം ഇവിടെ പറഞ്ഞിട്ടുണ്ട്. അൾട്രാസോണിക് സൗണ്ട് വേവ്സ് ആർ യൂസ്ഡ് ഇൻ മെഡിക്കൽ ഇമേജിംഗ് സച്ച് ആസ് അൾട്രാസൗണ്ട് സ്കാൻസ്. എന്താണ് അൾട്രാസോണിക് തരംഗങ്ങൾ മെഡിക്കൽ ഇമേജിംഗ്, ഉദാഹരണത്തിന് അൾട്രാസൗണ്ട് സ്കാനുകൾ ഉപയോഗിക്കുന്നു. അതാണ് കാര്യം എന്ന് പറഞ്ഞിരിക്കുന്നത്. അതിന്റെ റീസൺ, അൾട്രാസോണിക് വേവ്സ് ഹാവ് വെരി ലോ ഫ്രീക്വൻസീസ് വിച്ച് അലൗ ദം ടു പെനിട്രേറ്റ് ഡീപ്ലി ഇൻ ടു ടിഷ്യൂസ്. അൾട്രാസോണിക് തരംഗങ്ങൾക്ക് വളരെ കുറഞ്ഞ ആവൃത്തിയാണുള്ളത്, അതിനാൽ അവയ്ക്ക് കലകളിലൂടെ തുളച്ചു കയറാൻ കഴിയുന്നു. അപ്പം കാര്യവും കാരണവും പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഓപ്ഷൻസ് നമ്മൾ നോക്കിയിട്ട് കറക്റ്റ് ആയിട്ട് എടുക്കാന്നാണ് പറഞ്ഞിരിക്കുന്നത്. നമുക്കറിയാം, ഇവിടുത്തെ കാര്യം എന്ന് പറഞ്ഞിരിക്കുന്നത് ശരിയാണെങ്കിൽ അൾട്രാസോണിക് തരംഗങ്ങൾ മെഡിക്കൽ ഇമേജിങ്ങിന് ഉപയോഗിക്കുന്നുണ്ട്, അതായത് അൾട്രാസോണിക് സ്കാനിങ്ങിന് ഉപയോഗിക്കുന്നുണ്ട്. അപ്പം ഈ കാര്യം എന്ന് പറഞ്ഞിരിക്കുന്നത് കറക്റ്റ് ആണ്. അതിന്റെ കാരണമോ, അൾട്രാസോണിക് തരംഗങ്ങൾക്ക് വളരെ കുറഞ്ഞ ആവൃത്തിയാണോ ഉള്ളത്, അത് തെറ്റാണ്. ഇവിടുത്തെ കാരണം എന്ന് പറഞ്ഞിരിക്കുന്നത് തെറ്റാണ് അല്ലെ. കാര്യം കറക്റ്റ് ആണ്, പക്ഷെ എന്താണ്, കാരണം തെറ്റാണ്. അൾട്രാസൗണ്ട് തരംഗങ്ങൾക്ക് എങ്ങനെയാണ്, കൂടുതൽ ആവർത്തിയാണുള്ളത്, കൂടുതൽ ഫ്രീക്വൻസി ആണല്ലോ ഉള്ളത്. മനസ്സിലാവുന്നുണ്ടോ പറഞ്ഞത്? അപ്പം കാര്യവും കാരണവും കണ്ടു. ഓപ്ഷൻസ് നോക്കാം. ബോത്ത് അസേർട്ടൺ ആൻഡ് റീസൺ ആർ ട്രൂ. നോക്കണോ, രണ്ട്, അതായത് കാര്യവും കാരണവും ശരിയാണ്. നമ്മളിവിടെ ഓൾറെഡി കണ്ടു, കാരണം ഇവിടെ തെറ്റാണ്. അപ്പോൾ ഓപ്ഷൻ എ എന്ന് പറഞ്ഞിരിക്കുന്നത് തെറ്റാന്ന് മനസ്സിലായി. ഇനി ബോത്ത് അസേർട്ടൺ ആൻഡ് റീസൺ ആർ ട്രൂ. അസേർട്ടനും റീസണും ട്രൂ ആന്ന് പറഞ്ഞിട്ടുണ്ട്. അത് നമുക്ക് ബാക്കി നോക്കേണ്ട കാര്യമില്ല. അസേർട്ടനും റീസണും ട്രൂ ആന്ന് പറഞ്ഞിരിക്കുന്നത് അത് ശരിയായ കാര്യമാണോ? അല്ലല്ലോ. അസേർട്ടനും കാര്യവും കാരണവും ശരിയാന്ന് പറഞ്ഞിരിക്കുന്നത് ഇവിടെ തെറ്റാണ് അല്ലേ. കാരണം വെച്ചാൽ കാരണം ഇവിടെ തെറ്റാണ്. അപ്പം ഈ ഒരു ഓപ്ഷൻ ഇവിടെ തെറ്റാന്ന് പറയാം. ഇനി അസേർട്ടൺ ഈസ് ട്രൂ ബട്ട് റീസൺ ഈസ് ഫോൾ. കാര്യം ശരിയാണ് അല്ലേ, കാര്യം ഇവിടെ ശരിയാണ്, പക്ഷെ കാരണം എന്താണ്, തെറ്റാണ് അല്ലേ. അത് ശരിയാണല്ലോ, ശരിയായ കാര്യമല്ലേ. അത് നോക്കാം. ഇനി അസേർട്ടൺ ഈസ് ഫോൾസ് ബട്ട് റീസൺ ഈസ് ട്രൂ. കാര്യം തെറ്റാണ്, കാരണം ശരിയാണ്, അത് തെറ്റാണ്. അപ്പൊ ഏതാണ് ഇവിടുത്തെ കറക്റ്റ് ഓപ്ഷൻ എന്ന് പറഞ്ഞിരിക്കുന്നത്? സി ആണ് കേട്ടോ, സി ആണ്. അതായത് അസേർട്ടൺ ഈസ് ട്രൂ ആണ്, പക്ഷെ റീസൺ എന്ന് പറഞ്ഞിരിക്കുന്നത് ഫോൾസ് ആണ്. അപ്പൊ ഇങ്ങനെയുള്ള ക്വസ്റ്റ്യൻസുകൾ എന്തായാലും ഉണ്ടായിരിക്കും. നിങ്ങൾ കൃത്യമായിട്ട് വായിച്ചു നോക്കി മനസ്സിലാക്കിയിട്ട് ആൻസർ ചെയ്യുക കേട്ടോ. അടുത്ത ക്വസ്റ്റ്യൻ, എക്സാമിൻ ദ അസേർട്ടൺ സ്റ്റേറ്റ്മെന്റ് ആൻഡ് റീസൺ ആൻഡ് ചൂസ് ദ കറക്റ്റ് ഓപ്ഷൻ. സെയിം ഇത് തന്നെ കേട്ടോ. അസേർട്ടൺ ഇവിടെ എന്താണ് പറഞ്ഞിരിക്കുന്നത്, കാര്യം ഇവിടെ എന്താണ് പറഞ്ഞിരിക്കുന്നത് നോക്കിയേ. ദ ഫ്രീക്വൻസി ഓഫ് എ സിമ്പിൾ പെൻഡുലം ഡിക്രീസസ് വെൻ ദ ലെങ്ത് ഓഫ് ദ പെൻഡുലം ഇൻക്രീസസ്. അതായത് സിമ്പിൾ പെൻഡുലത്തിന്റെ നീളം കൂടുമ്പോൾ അതിന്റെ ആവൃത്തി കുറയുന്നു. നമ്മൾ പഠിച്ചതല്ലേ, ഫ്രീക്വൻസിയും അതുപോലെ തന്നെ നീളവും തമ്മിലുള്ള റിലേഷൻ അല്ലേ. എങ്ങനെയാണ് അത്, ഇൻവേഴ്സ്ലി പ്രപ്പോർഷണൽ, വിപരീത അനുപാതത്തിലാണെന്നാണ് നമ്മൾ പഠിച്ചിരിക്കുന്നത് അല്ലേ. പെൻഡുലത്തിന്റെ നീളം കൂടുവാണെന്നുണ്ടെങ്കിൽ, ലെങ്ത് കൂടുവാണെന്നുണ്ടെങ്കിൽ ഫ്രീക്വൻസി കുറയുന്നു എന്ന് പറഞ്ഞിട്ടുണ്ട്, പഠിച്ചതാണ്. ഇവിടെ എന്താണ് പറഞ്ഞിരിക്കുന്നത്, ഫ്രീക്വൻസി ഓഫ് എ സിമ്പിൾ പെൻഡുലം ഡിക്രീസസ്. ഫ്രീക്വൻസി കുറയുവാണെന്നുണ്ടെങ്കിൽ ലെങ്ത് ഇവിടെ കൂടും. അപ്പൊ നമുക്കറിയാം അസേർട്ടൺ ഇവിടെ ശരിയാണ്. മനസ്സിലായല്ലോ. ഇനി റീസൺ നോക്കാം, കാരണം നോക്കാം. ദ ഫ്രീക്വൻസി ഓഫ് എ സിമ്പിൾ പെൻഡുലം ഈസ് ഇൻവേഴ്സ്ലി പ്രപ്പോർഷണൽ ടു ദ സ്ക്വയർ റൂട്ട് ഓഫ് ഇറ്റ്സ് ലെങ്ത്. അതായത് സിമ്പിൾ പെൻഡുലത്തിന്റെ ആവൃത്തി അതിന്റെ നീളത്തിന് വിപരീത അനുപാതത്തിലാണ്. സിമ്പിൾ പെൻഡുലത്തിന്റെ ആവൃത്തി ഉണ്ടല്ലോ, അതെന്ന് പറഞ്ഞിരിക്കുന്ന നീളത്തിന് വിപരീത അനുപാതത്തിലാന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ അത് ശരിയാണോ എന്നാണ് നമ്മളൊന്ന് ചെക്ക് ചെയ്യേണ്ടത്. അപ്പൊ അതെങ്ങനെ ചെക്ക് ചെയ്യാൻ പറ്റും? നമുക്കറിയാം ഫ്രീക്വൻസിയും എങ്ങനെയാണ്, ഫ്രീക്വൻസിയും ടൈം പീരീഡും റിലേഷൻ എങ്ങനെയാണ്, ഇൻവേഴ്സ്ലി പ്രപ്പോർഷണൽ ആണെന്ന് നമുക്കറിയാം. ഇനി സിമ്പിൾ പെൻഡുലത്തിന്റെ കേസിൽ നിങ്ങൾ ഓർക്കണം, ടൈം പീരീഡ് കാണാൻ ഒരു ഇക്വേഷൻ ഉണ്ട്. അതായത് ടി നമുക്കറിയാം, ഈ ഇക്വേഷൻ നമുക്ക് ടി പ്രപ്പോർഷണൽ ടു അല്ലെങ്കിൽ ഇൻവേഴ്സ്ലി പ്രപ്പോർഷണൽ ടു എഫ് എന്ന് എഴുതാമല്ലോ. മനസ്സിലാവുന്നുണ്ടോ പറഞ്ഞത്? അപ്പൊ ഈ ടൈം പീരീഡ് കാണാൻ ഒരു ഇക്വേഷൻ ഉണ്ട് കേട്ടോ. അതായത് ടി ഈസ് ഈക്വൽ ടു 2π ഇൻറ്റു റൂട്ട് ഓഫ് L/G എന്ന് പറഞ്ഞിരിക്കുന്ന ഒരു ഇക്വേഷൻ ഉണ്ട് കേട്ടോ. റൂട്ട് ജിക്കും ബാധകമാണ് ടൈം പീരീഡ് കാണാൻ. മനസ്സിലായല്ലോ. അപ്പൊ അങ്ങനെയാവുകയാണെന്നുണ്ടെങ്കിൽ ഈ ഫ്രീക്വൻസിയുടെ അതിലേക്ക് നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ F ഈസ് ഈക്വൽ ടു
അങ്ങനെയാണ് എഫ് ഈസ് ഈക്വൽ ടു ഞാൻ കൊടുക്കുവാണ് കേട്ടോ. എഫ് ഈസ് ഈക്വൽ ടു എങ്ങനെ എഴുതാൻ സാധിക്കും, അല്ലെങ്കിൽ എഫ് പ്രപ്പോർഷണൽ ടു എങ്ങനെ എഴുതാം, 1/t സ്ഥാനത്ത് 2π ഇൻറ്റു √(L/g) എന്ന് കൊടുത്തു. മനസ്സിലായല്ലോ. ഓർ എഫ് പ്രപ്പോർഷണൽ ടു 1/2π എന്ന് വെച്ചാൽ ഒരു കോൺസ്റ്റന്റ് ആക്കി നമ്മൾ എടുക്കുകയാണ്. ഏതെങ്കിലും ഒരു കോൺസ്റ്റന്റ് അല്ലെങ്കിൽ 1/2π എന്ന് തന്നെ എഴുതുകയാണ്. ദെൻ ഇവിടുത്തെ ഈ √(L/g) ഉണ്ടല്ലോ, അത് മേളിലോട്ട് പോകുമ്പോൾ √(g/L) എന്ന് വരും. ജി എന്ന് പറഞ്ഞിരിക്കുന്നത് എന്താണ്, ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി ആണ്. നിങ്ങൾ കഴിഞ്ഞ വർഷം പഠിച്ചിട്ടുള്ളതാണ് സിമ്പിൾ പെൻഡലത്തിന്റെ കേസിൽ അല്ലേ. അപ്പൊ ജി എന്ന് പറഞ്ഞാൽ ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി ആണ്. അപ്പൊ എനിക്ക് ഈ 2π ഇൻറ്റു ജി ഇത്രയും ടേ എന്ന് പറഞ്ഞെങ്കിൽ എന്തായിട്ട് മാറും, ഒരു കോൺസ്റ്റന്റ് ആയിട്ട് വരുമല്ലോ. 1/2π ഇൻറ്റു ജി എന്ന് പറഞ്ഞാൽ ഒരു കോൺസ്റ്റന്റ് ആയിട്ട് വരും. അപ്പം എഫ് പ്രപ്പോർഷണൽ ടു, അപ്പം ഇത്രയും ഒരു കോൺസ്റ്റന്റ് ആണ്, ഏതെങ്കിലും ഒരു കോൺസ്റ്റന്റ് ആണ്, അത് ഞാൻ കെ എന്ന് എഴുതുക. അപ്പൊ കെ ഇൻറ്റു എങ്ങനെ എഴുതാൻ സാധിക്കും, അതായത് അടിയിലാണ് √(L) എടുക്കുന്നത്, 1/√(L) എന്ന് എഴുതാം. മനസ്സിലായല്ലോ. അപ്പൊ ഇതെന്താണ് പറയുന്നത്, ഫ്രീക്വൻസി ഓഫ് എ സിമ്പിൾ പെൻഡലം ഈസ് ഇൻവേഴ്സ്ലി പ്രപ്പോർഷണൽ ടു സ്ക്വയർ റൂട്ട് ഓഫ് ലെങ്ത്. ശരിയല്ലേ, ഫ്രീക്വൻസി ഇൻവേഴ്സ്ലി പ്രപ്പോർഷണൽ അല്ലേ, ലെങ്തിന്റെ സ്ക്വയർ റൂട്ടിന് ഇൻവേഴ്സ്ലി പ്രപ്പോർഷണൽ ആണ്. അപ്പൊ ഈ പറഞ്ഞിരിക്കുന്ന സ്റ്റേറ്റ്മെന്റ് എന്താണ്, കറക്റ്റ് തന്നെയാണ് കേട്ടോ. അതായത് ഫ്രീക്വൻസി ഓഫ് എ സിമ്പിൾ പെൻഡലം എന്ന് പറഞ്ഞിരിക്കുന്നത് ഇൻവേഴ്സ്ലി പ്രപ്പോർഷണൽ ടു സ്ക്വയർ റൂട്ട് ഓഫ് ദി ലെങ്ത് എന്നാണ് പറയുന്നത്. അപ്പൊ ഈ സ്റ്റേറ്റ്മെന്റും കറക്റ്റ് ആണ്. മനസ്സിലായല്ലോ. ഇനി ഓപ്ഷൻസ് നോക്കാം. ബോത്ത് എ ആൻഡ് ആർ ആർ ട്രൂ ആൻഡ് ആർ ഈസ് എ കറക്റ്റ് എക്സ്പ്ലനേഷൻ ഓഫ് എ. രണ്ടും ശരിയാന്ന് പറഞ്ഞിട്ടുണ്ട്. കാര്യത്തിന് ശരിയായ വിശദീകരണമാണ് കാരണം എന്നും പറഞ്ഞിട്ടുണ്ട്. മനസ്സിലായല്ലോ. അപ്പൊ അത് കറക്റ്റ് ആണ് അല്ലേ. രണ്ടാമത് നോക്കിയേ, ബോത്ത് എ ആൻഡ് ആർ ആർ ട്രൂ ബട്ട് ആർ ഈസ് നോട്ട് എ കറക്റ്റ് എക്സ്പ്ലനേഷൻ. അത് തെറ്റാണ്. എ ഈസ് ട്രൂ ബട്ട് ആർ ഈസ് ഫോൾസ്, അതും തെറ്റാണ്. എ ഈസ് ഫോൾസ്. അപ്പം ഏതാണ് ഇവിടുത്തെ ആൻസർ, എ ആണ് വരുന്നത് കേട്ടോ. അതായത് സിമ്പിൾ പെൻഡലത്തിന്റെ ഫ്രീക്വൻസി എന്ന് പറഞ്ഞാൽ ഇൻവേഴ്സ്ലി പ്രപ്പോർഷണൽ ടു സ്ക്വയർ റൂട്ട് ഓഫ് ലെങ്ത് ആണ്. ഇതെങ്ങനെയാണ് വന്നതെന്ന് മനസ്സിലായോ? നിങ്ങൾക്ക് ഒന്ന് അറിഞ്ഞിരുന്ന വെച്ചാൽ മതി കേട്ടോ. ഇങ്ങനെ ഒരു റിലേഷൻ ഉണ്ട്, സിമ്പിൾ പെൻഡലത്തിന്റെ ഫ്രീക്വൻസി ഇൻവേഴ്സ്ലി പ്രപ്പോർഷണൽ ടു ലെങ്ത് എന്ന് പറയാം, അല്ലെങ്കിൽ ഫ്രീക്വൻസി ഓഫ് എ സിമ്പിൾ പെൻഡലം മീൻസ് ഇൻവേഴ്സ്ലി പ്രപ്പോർഷണൽ ടു സ്ക്വയർ റൂട്ട് ഓഫ് ലെങ്ത് എന്ന് കേട്ടോ. മനസ്സിലാക്കിയിരിക്കുക. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. നോക്കിയേ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. എ കോൺകേവ് ലെൻസ് ഓൾവേസ് ഫോംസ് എ വെർച്വൽ ആൻഡ് ഡിമിനിഷ്ഡ് ഇമേജ്. കോൺകേവ് ലെൻസ് എന്നാണ് വെർച്വൽ ആൻഡ് ഡിമിനിഷ്ഡ് ഇമേജ്. അതായത് എന്താണ് പറഞ്ഞിരിക്കുന്നത്, കോൺകേവ് ലെൻസ് എല്ലായ്പ്പോഴും മിഥ്യയും ചെറുതുമായ പ്രതിബിംബം രൂപീകരിക്കുന്നു. ശരിയാണല്ലോ. കോൺകേവ് ലെൻസ് എപ്പോഴും എങ്ങനെയാ, മിഥ്യയായിട്ടുള്ള വെർച്വൽ ആണ്, അതുപോലെ തന്നെ ചെറുതുമായിട്ടുള്ള പ്രതിബിംബമാണ് ഉണ്ടാക്കുന്നത്. അപ്പൊ ആ സ്റ്റേറ്റ്മെന്റ് കറക്റ്റ് ആണ്. സ്റ്റേറ്റ്മെന്റ് 2 നോക്കിയേ, ദ റേസ് ഡൈവേർജ് ആഫ്റ്റർ പാസിംഗ് ത്രൂ എ കോൺകേവ് ലെൻസ് ആൻഡ് അപ്പിയേഴ്സ് ടു കം ഫ്രം എ പോയിന്റ് ഓൺ ദ സെയിം സൈഡ് ഓഫ് ദ ഒബ്ജക്റ്റ്. ശരിയാണോ? കോൺകേവ് ലെൻസിലൂടെ കടന്നു പോകുന്ന പ്രകാശരശ്മികൾ അപവർത്തനത്തിന് ശേഷം അതേ വശത്ത് പ്രകാശീയക്ഷത്തിലെ ഒരു ബിന്ദുവിൽ നിന്ന് അകന്നു പോകുന്നതായി തോന്നുന്നു. ശരിയാണല്ലോ. ആ ബിന്ദു ഏതാണ്? ആ ബിന്ദു എന്ന് പറഞ്ഞിരിക്കുന്ന ഫോക്കസ് ആണല്ലോ. അപ്പം ആ സ്റ്റേറ്റ്മെന്റും കറക്റ്റ് ആണ്. നമുക്ക് നോക്കാം. സ്റ്റേറ്റ്മെന്റ് 1 ഈസ് കറക്റ്റ്, സ്റ്റേറ്റ്മെന്റ് 2 ഈസ് ഇൻകറക്റ്റ്. രണ്ടും ശരിയാണ്. അപ്പം ഇത് തെറ്റാണ്. സ്റ്റേറ്റ്മെന്റ് 1 ഈസ് ഇൻകറക്റ്റ്, അതും തെറ്റാണ്. ബോത്ത് സ്റ്റേറ്റ്മെന്റ് 1 ആൻഡ് 2 ആർ കറക്റ്റ്. രണ്ട് സ്റ്റേറ്റ്മെന്റും ഇല്ലേ, 1 ഉം 2 എങ്ങനെയാണ്, കറക്റ്റ് ആണ്. ബോത്ത് സ്റ്റേറ്റ്മെന്റ്സ് അപ്പൊ ഇതും തെറ്റാണ്. മനസ്സിലാവുന്നത്. അപ്പം സി ആണ് ഇവിടുത്തെ കറക്റ്റ് ആൻസർ. രണ്ട് പ്രസ്താവനകളും ശരിയാണ്. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. നോക്കിയേ, ദ ലെൻസ് പ്രൊഡ്യൂസസ് എ മാഗ്നിഫിക്കേഷൻ ഓഫ് -2. വാട്ട് ക്യാൻ യു കൺക്ലൂഡ് അബൌട്ട് ദ നേച്ചർ ഓഫ് ദി ഇമേജ്? ഒരു ലെൻസ് ഉണ്ടാക്കുന്ന ആവർത്തനം -2 ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. എങ്കിൽ പ്രതിബിംബത്തെ കുറിച്ച് നിങ്ങളുടെ നിഗമനം എന്തായിരിക്കും എന്നാണ് ചോദിച്ചിരിക്കുന്നത്. മാഗ്നിഫിക്കേഷൻ -2 ആണ് അല്ലേ. നമുക്കറിയാം മാഗ്നിഫിക്കേഷന്റെ വാല്യൂ നമ്മൾ പറഞ്ഞാണല്ലോ. മാഗ്നിഫിക്കേഷന്റെ വാല്യൂ എങ്ങനെയൊക്കെ വരാം നമ്മൾ പറഞ്ഞായിരുന്നു. മാഗ്നിഫിക്കേഷന്റെ വാല്യൂ 1 വരാം ഇല്ലേ. 1 വരുവാണെന്നുണ്ടെങ്കിൽ എന്താണ് അവിടുത്തെ പ്രത്യേകത എന്താണ്? റിയൽ നമ്മൾ കണ്ടില്ലായിരുന്നോ? ഞാൻ റിവിഷൻ ക്ലാസ്സിൽ പറഞ്ഞാണ്. റിയൽ ആണ്, ഇൻവേർട്ടഡ് ആണ്, അതുപോലെ തന്നെ എങ്ങനെയാണ്, സെയിം സൈസും ഇല്ലേ, സെയിം സൈസും ആന്ന് പറഞ്ഞു. ഇനി മാഗ്നിഫിക്കേഷൻ <1. ഇനി മാഗ്നിഫിക്കേഷന്റെ വാല്യൂ <1 ആവുകയാണെന്നുണ്ടെങ്കിൽ ഇത് തന്നെ റിയൽ ആൻഡ് ഇൻവേർട്ടഡ് ആയിരിക്കും ഉണ്ടാകുന്നത്. അതുപോലെ തന്നെ സൈസ് എങ്ങനെയാണ്, സ്മോൾ സൈസ് ആണെന്നും പറഞ്ഞായിരുന്നു ഇല്ല, സ്മോൾ സൈസ് ആണെന്ന് പറഞ്ഞായിരുന്നു. ഇനി അതുപോലെ തന്നെ മാഗ്നിഫിക്കേഷന്റെ വാല്യൂ <1 ആവുമ്പോഴും റിയൽ ആൻഡ് ഇൻവേർട്ടഡ് ആണ് ഉണ്ടാകുന്നത്. ഇമേജ് എങ്ങനെയായിരിക്കും, ലാർജർ ഇമേജ് ആണെന്ന് നമ്മൾ പറഞ്ഞായിരുന്നു. മനസ്സിലാവുന്നല്ലോ. അതുപോലെ തന്നെ മാഗ്നിഫിക്കേഷന്റെ വാല്യൂ എങ്ങനെയാണ്, പോസിറ്റീവ് ഇല്ലേ. പോസിറ്റീവ് വരുവാണെന്നുണ്ടെങ്കിൽ എങ്ങനെയാണ്, ഇറക്റ്റ് ആയിരിക്കും ഉണ്ടാകുന്നത്, വെർച്വലും ഇല്ലേ, ഇറക്റ്റും വെർച്വലും ആണെന്ന് പറഞ്ഞായിരുന്നു.
അതുപോലെ തന്നെ നെഗറ്റീവ് വാല്യൂ വരുവാണെന്നുണ്ടെങ്കിൽ എന്താണ് റിയൽ അല്ലേ, റിയലും ഇൻവേർട്ടഡും ആണെന്ന് പറഞ്ഞായിരുന്നു. അപ്പോൾ ഈ ഇത്രയും കാര്യം മാഗ്നിഫിക്കേഷനുമായിട്ട് ബന്ധപ്പെട്ട ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ ഓർമ്മയിൽ ഉണ്ടായിരിക്കണം കേട്ടോ. അപ്പൊ നോക്കാം, ലെൻസ് പ്രൊഡ്യൂസസ് മാഗ്നിഫിക്കേഷൻ -2 എന്ന്, അതായത് നെഗറ്റീവ് വാല്യൂ വന്നു. നെഗറ്റീവ് വാല്യൂ വരുമ്പോൾ എങ്ങനെയാണ് റിയൽ ആൻഡ് ഇൻവേർട്ടഡ് ആയിരിക്കും ഉണ്ടാകുന്നത് ഇല്ലേ, പ്രതിബിംബം യഥാർത്ഥവും തലകീഴാതായിരിക്കും വരുന്നത് ഇല്ല. അപ്പം അത് ഓർത്തിരിക്കുക. പിന്നെ ഇവിടെ എന്താണ് വാല്യൂ വന്നിട്ടുണ്ട് 2 എന്ന് പറഞ്ഞിട്ടുണ്ട് ഇല്ലേ. 2 എന്ന് പറഞ്ഞിരിക്കുന്നത് എങ്ങനെയാണ് വന്നിരിക്കുന്നത്, >1 ആണ് അല്ലേ. >1 ആകുമ്പോൾ എങ്ങനെയായിരിക്കും ഇമേജിന്റെ സൈസ് എങ്ങനെയാണ്, ലാർജർ ആയിരിക്കും അല്ലേ, ലാർജർ സൈസ് ആയിരിക്കും ഉണ്ടാകുന്നത്. ക്ലിയർ ആയല്ലോ. അപ്പോൾ ഇവിടുത്തെ ഓപ്ഷൻസ് നോക്കിയേ, ഇമേജ് ഈസ് റിയൽ ആൻഡ് ഇൻവേർട്ടഡ്, അത് നമ്മൾ പറഞ്ഞു, റിയൽ ആൻഡ് ഇൻവേർട്ടഡ് എന്നുള്ള കേസ് പറഞ്ഞു. അപ്പോൾ അത് നമുക്ക് നോക്കാം, റിയൽ ആൻഡ് ഇൻവേർട്ടഡ് ആണ്. പിന്നെ എന്താണ്, ടോയ്സ് സൈസ് ഓഫ് ദ ഒബ്ജക്റ്റ്, ഒബ്ജക്റ്റിന്റെ സൈസിനേക്കാളും ടോയ്സ് ആയിരിക്കും ഇല്ല, വലുതായിരിക്കും എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഈ ഓപ്ഷൻ ശരിയാണ്. അടുത്ത് നോക്കിയേ, ഇമേജ് ഈസ് വെർച്വൽ, വെർച്വൽ ആവുമോ ഇമേജ്, അതായത് പോസിറ്റീവ് വന്നാൽ മാഗ്നിഫിക്കേഷൻ പോസിറ്റീവ് വന്നാലേ വെർച്വൽ ആകത്തുള്ളൂ. അപ്പോൾ അത് വരില്ല, ആ സ്റ്റേറ്റ്മെന്റ് തെറ്റാണ്. ഇമേജ് ഈസ് റിയൽ ഇറക്റ്റ് വരുമോ, റിയൽ ഇറക്റ്റ് വരുമില്ല, റിയലും ഇൻവേർട്ടഡുള്ളൂ വരത്തുള്ളൂ, റിയലും ഇറക്റ്റും വരികയില്ല. അപ്പം ആ ഒരു സ്റ്റേറ്റ്മെന്റും അവിടെ തെറ്റാന്ന് പറയാം. ഇമേജ് ഈസ് വെർച്വൽ ഇൻവേർട്ടർ വരുമോ, ഇല്ല, അപ്പൊ ആ ഒരു സ്റ്റേറ്റ്മെന്റും തെറ്റാണ്. അപ്പൊ ഏതാണ് ഇവിടുത്തെ ആൻസർ, എ ആണ് ആൻസർ കേട്ടോ. ഇമേജ് ഈസ് റിയൽ കേട്ടോ, ഇമേജ് റിയൽ ആണ്. പിന്നെ എന്ത് പറയാം, ഇൻവേർട്ടഡ് ആണ്. പിന്നെ ടോയ്സ് സൈസ് ഓഫ് ദി ഒബ്ജക്റ്റ്, അത് ശരിക്കും മാഗ്നിഫിക്കേഷൻ ഉണ്ടല്ലോ, m=hi/h ഉണ്ടല്ലോ, ആ ഒരു കേസ് നിങ്ങളൊന്ന് ഓർത്ത് വെച്ചാൽ മതി. മാഗ്നിഫിക്കേഷന്റെ വാല്യൂ എന്ന് വെച്ചാൽ 2 വന്നു കഴിയുമ്പോൾ നമുക്കറിയാം hi/h എന്ന് പറഞ്ഞു ഒബ്ജക്റ്റിന്റെ സൈസിനേക്കാളും ഇരട്ടി ആയിരിക്കും ഇമേജിന്റെ സൈസ് എന്ന് പറഞ്ഞു, അല്ലെങ്കിൽ ടോയ്സ്. ക്ലിയർ അല്ല. അപ്പൊ ഈ മാഗ്നിഫിക്കേഷനുമായിട്ട് ബന്ധപ്പെട്ടതാ ഈ കാര്യങ്ങൾ, ഈ 4 പോയിന്റ്, ഈ 5 പോയിന്റ് കേട്ടോ. m=1, m<1, m>1, m പോസിറ്റീവ് നെഗറ്റീവ്. അപ്പൊ ഇത്രയും കാര്യങ്ങളൊന്ന് കൃത്യമായിട്ട് നിങ്ങളുടെ മനസ്സിലുണ്ടായിരിക്കണം. അടുത്ത ക്വസ്റ്റ്യൻ നോക്കിയേ, ഇഫ് ദ ഫ്രീക്വൻസി ഓഫ് എ വേവ് ഇൻക്രീസസ് while the speed remains constant, what happens to its wavelength? പ്രവേഗം സ്ഥിരമായിരിക്കുമ്പോൾ തരംഗത്തിന്റെ ആവൃത്തി കൂടുന്നതനുസരിച്ചിട്ട് തരംഗദൈർഘ്യത്തിന് എന്ത് സംഭവിക്കുന്നു? പ്രവേഗം, അതായത് v എന്ന് പറഞ്ഞിരിക്കുന്ന കോൺസ്റ്റന്റ് ആയിരിക്കുന്നു. അപ്പം ആവൃത്തി ഫ്രീക്വൻസി കൂടുമ്പോൾ തരംഗദൈർഘ്യം ലാംഡയ്ക്ക് എന്ത് സംഭവിക്കും എന്നാണ് ചോദിച്ചിരിക്കുന്നത്. നമുക്കറിയാം v=f ലാംഡ എന്നല്ല ഇക്വേഷൻ അല്ലേ. അപ്പം എഫിലേക്ക് മാറ്റുവാണെന്നുണ്ടെങ്കിൽ f=v/λ എന്ന് വരും. അപ്പം v ഇവിടെ കോൺസ്റ്റന്റ് ആണെന്ന് പറഞ്ഞു, v ഇവിടെ കോൺസ്റ്റന്റ് ആയിരിക്കുമ്പം എങ്ങനെയാണ് ഫ്രീക്വൻസി അല്ലേ, ഫ്രീക്വൻസി കൂടുമ്പോൾ വേവ് ലെന്തിന് എന്ത് സംഭവിക്കും, ആവൃത്തി കൂടുമ്പോൾ തരംഗദൈർഘ്യത്തിന് എന്ത് സംഭവിക്കുന്നു, തരംഗദൈർഘ്യം അവിടെ, അതായത് ഫ്രീക്വൻസി കൂടുമ്പോൾ തരംഗദൈർഘ്യം എന്ത് സംഭവിക്കും, കുറയുന്നു ഇല്ലേ. അപ്പൊ വേവ് ലെന്ത് എങ്ങനെയാണ്, ഡിക്രീസസ്, തരംഗദൈർഘ്യം കുറയുന്നു. മനസ്സിലായല്ലോ. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. കൺസിഡർ ദ ഫോളോയിങ് സ്റ്റേറ്റ്മെന്റ് റിലേറ്റഡ് ടു എ കോൺവെക്സ് ലെൻസ് കേട്ടോ. കോൺവെക്സ് ലെൻസുമായി ബന്ധപ്പെട്ട താഴെ കൊടുത്തിരിക്കുന്ന പ്രസ്താവനകൾ നോക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. കോൺവെക്സ് ലെൻസ് ആണ് കേട്ടോ. കോൺവെക്സ് ലെൻസ് ആകുമ്പോൾ മനസ്സിലായി കുറെ കാര്യങ്ങൾ പറഞ്ഞു. കൺവേർജിങ് ലെൻസ് ആണ് വരുന്നത് ഇല്ലേ. റിയൽ ആൻഡ് ഇൻവേർട്ടർ ഇമേജും ഉണ്ടാകുന്നുണ്ട്, അതുപോലെ തന്നെ ഒരൊറ്റ കേസിൽ വെർച്വൽ ആൻഡ് ഇറക്റ്റ് ഇമേജും ഉണ്ടാകുന്നുണ്ട്. നോക്കാം എന്തൊക്കെയാണെന്ന് ഓപ്ഷൻസ്. കോൺവെക്സ് ലെൻസ് ഓൾവേസ് ഫോംസ് എ റിയൽ ആൻഡ് ഇൻവേർട്ടഡ് ഇമേജ്. എപ്പോഴും റിയൽ ആൻഡ് ഇൻവേർട്ടർ ഇമേജ് ആണ് ഉണ്ടാക്കുന്നത്. എല്ലായ്പ്പോഴും യഥാർത്ഥവും തലകീഴായ പ്രതിബിംബമാണ് ഉണ്ടാക്കുന്നത്. അല്ല, ഒരു കേസിൽ വരുന്നുണ്ട് അല്ലേ, ഇറക്റ്റ് ആയിട്ടുള്ള, വെർച്വൽ ആയിട്ടുള്ള, മിഥ്യയായിട്ടുള്ള, നിവർന്നും ഉണ്ടാക്കുന്നുണ്ട്. അപ്പം ഈ ഒരു സ്റ്റേറ്റ്മെന്റ് നമുക്ക് അവിടെ തെറ്റാന്ന് പറയാം. അടുത്തത്, എ കോൺവെക്സ് ലെൻസ് ക്യാൻ പ്രൊഡ്യൂസ് ബോത്ത് റിയൽ ആൻഡ് വെർച്വൽ ഇമേജ്. അതായത് യഥാർത്ഥ പ്രതിബിംബവും മിഥ്യാ പ്രതിബിംബവും രൂപീകരിക്കാൻ കഴിയും. അത് ശരിയല്ലേ. റിയൽ ആൻഡ് ഇൻവേർട്ടഡ് ഉണ്ടാക്കുന്നുണ്ട്, മിഥ്യയും ഉണ്ടാക്കുന്നുണ്ട് അല്ലേ. അപ്പോൾ ഒരു കേസിൽ മിഥ്യ ഉണ്ടാക്കുന്നുണ്ട്, അത് ഓർത്തിരിക്കുക. അപ്പം ആ ഒരു സ്റ്റേറ്റ്മെന്റ് കറക്റ്റ് ആണ്. ഇനി അടുത്ത്, ദ ഫോക്കൽ ലെങ്ത് ഓഫ് എ കോൺവെക്സ് ലെൻസ് ഈസ് പോസിറ്റീവ്. കോൺവെക്സ് ലെൻസിന്റെ ഫോക്കൽ ലെങ്ത് നമുക്കറിയാം. ഫോക്കൽ എന്ന് പറയുമ്പോൾ എങ്ങനെ റൈറ്റ് സൈഡിലായിട്ട് വരുന്ന ആ പിക്ചർ ഓർമ്മ വേണം. ഫോക്കൽ എന്ന് പറയുമ്പോൾ റൈറ്റ് സൈഡിലായിട്ടാണ് വരുന്നത് ഇല്ലേ. അപ്പൊ എന്താണ്, അതെപ്പോഴും പോസിറ്റീവ് ആയിരിക്കും. അപ്പൊ അതാ ഈ ഒരു സ്റ്റേറ്റ്മെന്റും കറക്റ്റ് ആണ്. ഇനി, എ കോൺവെക്സ് ലെൻസ് കൺവേർജസ് പാരലൽ റേസ് ഓഫ് ലൈറ്റ് ടു എ പോയിന്റ്. സമാന്തരമായി പതിക്കുന്ന രശ്മികളെ ഒരു ബിന്ദുവിൽ സംവ്രജിപ്പിക്കുന്നു. ശരിയല്ലേ, സമാന്തരമായിട്ട് വന്ന് വീഴും. അതെങ്ങനെയാണ്, ഒരു ബിന്ദുവിലേക്ക് കൺവേർജ് ചെയ്യുകയല്ലേ ചെയ്യുന്നത്. അപ്പം ആ ഒരു സ്റ്റേറ്റ്മെന്റും കറക്റ്റ് ആണ്. അപ്പൊ ബിയും സിയും ഡിയും കറക്റ്റ് ആണ്. അതാ നോക്കിയാൽ വിച്ച് ഓഫ് ദ എബോവ് സ്റ്റേറ്റ്മെന്റ് ആർ കറക്റ്റ്. ബി സി ഡി ഇതാ രണ്ടാമത്തെ അല്ലേ. അപ്പൊ ബി സി ഡി എന്നിവ എന്താണ്, ശരിയാണ്. ക്ലിയർ ആയല്ലോ. അടുത്ത ക്വസ്റ്റ്യൻ,
The formation of a rainbow involves the bending and splitting of light. Which of the following best explains this phenomenon? പ്രകാശത്തിന്റെ പാതയ്ക്കുണ്ടാകുന്ന വ്യതിയാനവും പ്രകാശം വിഭജിക്കുന്നതുമാണ് മഴവില്ലിന് കാരണമാകുന്നത്. താഴെ കൊടുത്തിരിക്കുന്നവയിൽ ഏതാണ് ഈ സംഭവത്തെ നന്നായി വിശദീകരിക്കുന്നത്? നോക്കിയേ, ലൈറ്റ് ഈസ് അബ്സോർബ്ഡ് ആൻഡ് സ്കാറ്റേർഡ് ബൈ ഡസ്റ്റ് പാർട്ടിക്കിൾ. അതല്ല കേട്ടോ, അത് സ്കാറ്ററിങ്ങുമായിട്ട് ബന്ധപ്പെട്ടാണ്, അതല്ല. സൺലൈറ്റ് ഈസ് റിഫ്രാക്റ്റഡ്, ഡിസ്പേഴ്സ്ഡ് ആൻഡ് റിഫ്ലക്റ്റഡ് ഇൻസൈഡ് വാട്ടർ ഡ്രോപ്ലെറ്റ്സ്. അത് ശരിയാണല്ലോ. അതായത് ജലകണികൾക്കുള്ളിൽ പ്രകാശത്തിന് അപവർത്തനം സംഭവിക്കുന്നുണ്ട്, പ്രകീർണനം സംഭവിക്കുന്നുണ്ട്, പ്രതിപതനവും ഇല്ലേ, പ്രതിപതനവും സംഭവിക്കുന്നുണ്ട്. അപ്പൊ ബി ഇവിടെ കറക്റ്റ് ആണ്. അടുത്ത നോക്കിയേ, വാട്ടർ വേപ്പർ എമിറ്റ്സ് കളർ ലൈറ്റ് ഡ്യൂറിങ് കണ്ടൻസേഷൻ. അതൊന്നും വേണ്ട. ക്ലൗഡ്സ് റിഫ്ലക്റ്റ് ഓൾ കളേഴ്സ്, അതൊന്നും വേണ്ട. അപ്പൊ ബി ആണ് കേട്ടോ, ഇവിടുത്തെ ബി ആണ് ഏറ്റവും ശരിയായിട്ടുള്ള വിശദീകരണം എന്ന് പറയുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. Which of the following best describes the image formed by a concave lens? കേട്ടോ, താഴെ കൊടുത്തിരിക്കുന്നതിൽ ഏതാണ് കോൺകേവ് ലെൻസ് രൂപീകരിക്കുന്ന പ്രതിബിംബത്തെ ഏറ്റവും നന്നായിട്ട് പ്രതിബിംബിക്കുന്നത്? നോക്കുക, കോൺകേവ് ലെൻസ്. കോൺകേവ് ലെൻസ് പറയുമ്പോൾ ഓർത്തോണം എന്താണ്, ഇവിടെ ഉണ്ടാകുന്ന ഇമേജ് എങ്ങനെയാണ്? വെർച്വൽ ആണ്, വെർച്വലും ഇറക്റ്റ് ആണ് ഇല്ല, അതുപോലെ ചെറുതുമാണ്. അപ്പോൾ ആ ഒരു കാര്യം ഓർത്തോണം. റിയൽ ഇൻവേർട്ടഡ് എൻലാർജ്ഡ് അതല്ല, വെർച്വൽ ഇൻവേർട്ടഡ് മാഗ്നിഫൈഡ് അല്ലെ, വെർച്വൽ ആണ് പക്ഷെ ഇൻവേർട്ടഡ് ആണോ? തലകീഴായതല്ല, നിവർന്നതല്ലേ, അപ്പൊ അതും തെറ്റാണ്. റിയൽ അപ്രൈറ്റ്, റിയൽ അല്ല ഉണ്ടാകുന്നത്. കോൺകേവ് ലെൻസ് റിയൽ അല്ല ഉണ്ടാക്കുന്നത്. വെർച്വൽ അപ്രൈറ്റ് ഡിമിനിഷൻ, വെർച്വൽ ആണ് ഇല്ലേ, മിഥ്യയാണ്. അതുപോലെ തന്നെ നിവർന്നതാണ് ഇല്ലേ, അപ്രൈറ്റ് എന്ന് വെച്ചാൽ നിവർന്നതാണ്, അതുപോലെ ഡിമിനിഷ്ഡും ആണ്. അപ്പം ഡി ആണ് ഇവിടുത്തെ കറക്റ്റ് ഓപ്ഷൻ. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. സം സ്റ്റേറ്റ്മെന്റ്സ് ആർ ഗിവൺ അബൌട്ട് കോൺവെക്സ് ലെൻസ്. കുറച്ച് കോൺവെക്സ് ലെൻസിനെ കുറിച്ച് കുറച്ച് സ്റ്റേറ്റ്മെന്റ് ആണ് തന്നിരിക്കുന്നത് കേട്ടോ. അപ്പൊ കറക്റ്റ് സ്റ്റേറ്റ്മെന്റ് ഏതൊക്കെയാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. തിന്നർ അറ്റ് ദ സെന്റർ ദാൻ അറ്റ് ദ എഡ്ജസ്. അരികിനേക്കാൾ മധ്യഭാഗത്തിന് കനം കൂടുതലാണ്. ശരിയല്ലേ? അരികു ഭാഗം എങ്ങനെയാണ്? തിന്നറാണല്ലോ. സെന്ററിൽ എങ്ങനെയാണ്? എന്താണ്? കനം കൂടുതലാണ്. അപ്പൊ ഈ ഒരു സ്റ്റേറ്റ്മെന്റ്, ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റ് കറക്റ്റ് ആണ്. അരികിനേക്കാൾ മധ്യഭാഗത്തിന് കനം കൂടുതലാണ്. ഇനി ഫോക്കൽ ലെങ്ത് ഈസ് കൺസിഡേർഡ് നെഗറ്റീവ്. കോൺവെക്സ് ലെൻസ് ആണ് കേട്ടോ. കോൺവെക്സ് ലെൻസിന്റെ ഫോക്കൽ ലെങ്ത് എന്താണ്? നെഗറ്റീവ് ആണോ? അല്ല. അപ്പൊ ഈ ഒരു സ്റ്റേറ്റ്മെന്റ് തെറ്റാണ്. രണ്ടാമത്തെ തെറ്റാണ് ഇല്ല, ആദ്യത്തെ കറക്റ്റ് ആണ്, രണ്ടാമത്തെ തെറ്റാണ്. ഇനി അടുത്തത് നോക്കിയേ, ക്യാൻ ഫോം ഓൺലി റിയൽ ഇമേജ്. കോൺവെക്സ് ലെൻസ് റിയൽ ഇമേജ് മാത്രമാണോ ഉണ്ടാക്കുന്നത്? അല്ല, വെർച്വൽ ഉണ്ടാക്കുന്നുണ്ടല്ലോ. അപ്പൊ ആ ഒരു സ്റ്റേറ്റ്മെന്റ് തെറ്റാണ്. ഫോക്കസ് ഈസ് കൺസിഡേർഡ് ആസ് റിയൽ. ഫോക്കസ് യഥാർത്ഥമാണ് അല്ലേ, യഥാർത്ഥമാണല്ലോ. അപ്പം അത് കറക്റ്റ് ആണ്. അപ്പൊ ഏതൊക്കെയാണ് ശരിയായത്? അതാ നോക്കൂ, 1 ഉം 4 അല്ലേ, 1 ഉം 4 ഉണ്ടോ നോക്കിയേ. 1 ഉം 3 ഉണ്ട്, 1 ഉം 4. അപ്പം ഓപ്ഷൻ ഡി കേട്ടോ, 1 ഉം 4. അടുത്ത നോക്കിയേ, ഫൈൻഡ് ഔട്ട് ദ കറക്റ്റ് സ്റ്റേറ്റ്മെന്റ് ഫ്രം ദ ഫോളോയിങ്. താഴെ കൊടുത്തിരിക്കുന്നതിൽ നിന്നും കറക്റ്റ് സ്റ്റേറ്റ്മെന്റ് കേട്ടോ. ഫോക്കൽ ലെങ്ത് ഓഫ് ഒബ്ജക്റ്റീവ് ഓഫ് കോമ്പൗണ്ട് മൈക്രോസ്കോപ്പ് ഈസ് മോർ. ഫോക്കൽ ലെങ്ത് ഓഫ് ഒബ്ജക്റ്റീവ് ഓഫ് കോമ്പൗണ്ട് മൈക്രോസ്കോപ്പ്. കോമ്പൗണ്ട് മൈക്രോസ്കോപ്പിന്റെ ഒബ്ജക്റ്റീവിന്റെ ഫോക്കൽ ലെങ്ത് കൂടുതലാണെന്നാണ് പറഞ്ഞിരിക്കുന്നത്. എങ്ങനെയാണ്? കോമ്പൗണ്ട് മൈക്രോസ്കോപ്പിന്റെ കേസിൽ എങ്ങനെയാണ്? ഓർക്കോട്ടോ, കോമ്പൗണ്ട് മൈക്രോസ്കോപ്പിന്റെ കേസിൽ ഒബ്ജക്റ്റീവിന്റെ ഫോക്കൽ ലെങ്ത് എങ്ങനെയാണ്? കുറവാണ് ഇല്ലേ. ഐ പീസിന്റെ ഫോക്കൽ ലെന്താണ്? കൂടുതൽ. ടെലിസ്കോപ്പിനെ ആ സമയത്തോളം എങ്ങനെയാണ്? ഒബ്ജക്റ്റീവിന്റെ ഫോക്കൽ ലെന്ത് കൂടുതലാണ്. ഐ പീസ് കേട്ടോ, ഐ പീസിന്റെ ഫോക്കൽ ലെന്ത് അവിടെ കുറവാണ്. മനസ്സിലായല്ലോ? ഈ ഒരു ഐഡിയ ഉണ്ടായിരിക്കണം കേട്ടോ. നോക്കുക, അപ്പൊ എന്താണ്? ഫോക്കൽ ലെന്ത് ഓഫ് ഒബ്ജക്റ്റീവ് ഓഫ് കോമ്പൗണ്ട് മൈക്രോസ്കോപ്പ് ഈസ് മോർ. അത് തെറ്റല്ലേ? ഇത് തെറ്റാണ്. ഒബ്ജക്റ്റീവ് എന്ന് പറഞ്ഞിരിക്കുന്നത് ഒബ്ജക്റ്റീവിന്റെ ഫോക്കൽ ലെന്ത് അവിടെ കുറവാണ് കേട്ടോ. ഫോക്കൽ ലെന്ത് ഓഫ് ഒബ്ജക്റ്റീവ് ഓഫ് ടെലിസ്കോപ്പ് ഈസ് മോർ. ടെലിസ്കോപ്പിന്റെ കേട്ടോ, ഇത് മൈക്രോസ്കോപ്പ് ആണ് കേട്ടോ, ഇത് മൈക്രോസ്കോപ്പും ഇത് ടെലിസ്കോപ്പിന്റെ ആണ്. ടെലിസ്കോപ്പിന്റെ ഫോക്കൽ ലെന്ത് ഓഫ് ഒബ്ജക്റ്റീവിന്റെ ടെലിസ്കോപ്പ് എങ്ങനെയാണ്? കൂടുതലാണ് അല്ലേ. അപ്പൊ അത് കറക്റ്റ് ആണ്. ഫോക്കൽ ലെങ്ത് ഓഫ് ഒബ്ജക്റ്റീവ് ഓഫ് കോമ്പൗണ്ട് മൈക്രോസ്കോപ്പ് ലെസ്. കോമ്പൗണ്ട് മൈക്രോസ്കോപ്പിന്റെ ഒബ്ജക്റ്റീവിന്റെ ഫോക്കൽ ലെങ്ത് കുറവാണ്. അത് ശരിയാണല്ലോ. കോമ്പൗണ്ട് മൈക്രോസ്കോപ്പിന്റെ ഒബ്ജക്റ്റീവിന്റെ ഫോക്കൽ ലെങ്ത് കുറവാണ്. അപ്പൊ അത് കറക്റ്റ് ആണ്. ഫോക്കൽ ലെങ്ത് ഓഫ് ഒബ്ജക്റ്റീവ് ഓഫ് ടെലിസ്കോപ്പ് ഈസ് ലെസ്. ടെലിസ്കോപ്പിന്റെ ഒബ്ജക്റ്റീവിന്റെ ഫോക്കൽ ലെങ്ത് കുറവ്. ടെലിസ്കോപ്പിന്റെ ഒബ്ജക്റ്റീവിന്റെ ഫോക്കൽ ലെങ്ത് എങ്ങനെയാണ്? കുറവാണോ? കൂടുതലാണ്. അപ്പൊ അതാ ഈ സ്റ്റേറ്റ്മെന്റ് തെറ്റാണ്. അപ്പൊ ഇവിടുത്തെ കറക്റ്റ് സ്റ്റേറ്റ്മെന്റ് ഏതൊക്കെയാണ്? ബി അല്ലെ, ബി ആൻഡ് സി. ബിയും സിയും ആണ് ഇവിടുത്തെ കറക്റ്റ് സ്റ്റേറ്റ്മെന്റ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കുക. എ റേ ഓഫ് ലൈറ്റ് പാസസ് പാരലൽ ടു ദ പ്രിൻസിപ്പൽ ആക്സിസ് ഓഫ് എ കോൺകേവ് ലെൻസ്. റേ എങ്ങനെയാണ്? ഒരു കോൺകേവ് ലെൻസിന്റെ പ്രിൻസിപ്പൽ ആക്സിസിന് പാരലൽ ആയിട്ട് പോവുകയാണ്. വിച്ച് പിക്ചർ കറക്റ്റ് എന്നാണ് ചോദിച്ചിരിക്കുന്നത് കേട്ടോ.
നമുക്കറിയാം കോൺകേവ് ലെൻസിനെ സംബന്ധിച്ചിടത്തോളം എങ്ങനെയാണ് ഡൈവേർജ് ചെയ്ത് പോയിട്ട് പിന്നെ ഇങ്ങനെയാണ് പുറകിലോട്ട് എക്സ്റ്റെൻഡ് ചെയ്യുവാണ് അല്ലേ. ഇതാ ഇങ്ങനെ പോകുന്നുണ്ട്, ഇത് തെറ്റാണ് അല്ലേ, ഇത് തെറ്റാണ്. ഡൈവേർജൻസ് ആണ് നടക്കുന്നത്, അപ്പൊ ഇത് തെറ്റാണ്, ഇതും തെറ്റാണ്. അപ്പൊ ഡൈവേർജൻസ് നടക്കുന്നത് ഇത് അല്ലേ, ഓപ്ഷൻ ഡി ആണ് കറക്റ്റ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, the deviation that occurs when a light ray passes through a prism കേട്ടോ, ലൈറ്റ് റേ പ്രിസത്തിലൂടെ പാസ് ചെയ്യുന്നതിന്റെ ഇതാണ് കൊടുത്തിരിക്കുന്നത്. വാട്ട് ഫാക്ടേഴ്സ് ഡസ് ദ ഡീവിയേഷൻ ഓഫ് ലൈറ്റ് റേ ഡിപ്പെൻഡ് കേട്ടോ, ആ ലൈറ്റ് റേയുടെ ഡീവിയേഷൻ വ്യതിയാനം ഏതിനെയൊക്കെ ഡിപ്പെൻഡ് ചെയ്യുന്നു എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഏതിനെയൊക്കെ ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്? ഡിപ്പെൻഡ്സ് ഓൺലി ഓൺ ദ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ഓഫ് ദ മീഡിയം. റിഫ്രാക്റ്റീവ് ഇൻഡെക്സ്, മീഡിയത്തിന്റെ റിഫ്രാക്റ്റീവ് ഇൻഡെക്സിനെ മാത്രമാണോ ഡിപ്പെൻഡ് ചെയ്യുന്നത്? അല്ല അല്ലേ. വേവ് ലെന്ത്, ഈ ഓരോ കളറിന്റെ വേവ് ലെന്തിനെ ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്, അപ്പം ഇത് തെറ്റാണ്. ഡിപ്പെൻഡ്സ് ഓൺലി ഓൺ ദ വേവ് ലെന്ത്, വേവ് ലെന്തിനെ മാത്രമല്ല ഡിപ്പെൻഡ് ചെയ്യുന്നത്, രണ്ടിനെ ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട് അല്ലേ. ഡസ് നോട്ട് ഡിപ്പെൻഡ്സ് ഓൺ ദ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ്, അത് പൊട്ടത്തെറ്റാണ്. ഡിപ്പെൻഡ്സ് ഓൺ ദ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ഓഫ് ദ മീഡിയം ആൻഡ് ദ വേവ് ലെന്ത് ഓഫ് ദ ലൈറ്റ്. അപ്പം മീഡിയത്തിന്റെ റിഫ്രാക്റ്റീവ് ഇൻഡെക്സിനെ അതുപോലെ തന്നെ എന്താണ് ലൈറ്റ് ഇടല്ലോ, ആ ലൈറ്റിലുള്ള ഓരോ കളേഴ്സും ഉള്ള അതിന്റെ വേവ് ലെങ്ത്, അതിന്റെ തരംഗദൈർഘ്യത്തിനെ ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട് അല്ലേ. അപ്പം നാലാമത്തെയാണ് കറക്റ്റ് ഓപ്ഷൻ. അപ്പൊ ഇത്രയും ക്വസ്റ്റ്യൻസ് മനസ്സിലായല്ലോ, ഇമ്പോർട്ടൻ്റ് ആണ്. 1 മാർക്ക് ആണെങ്കിലും നിങ്ങൾ അത് വിട്ടുകളയല്, കൃത്യമായിട്ട് കാര്യം മനസ്സിലാക്കുക കേട്ടോ. ഇപ്പൊ ഇങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ വരുമ്പോൾ അതിന്റെ റീസൺ എന്താന്ന് ക്വസ്റ്റ്യൻ നോക്കുക, കാര്യവും കാരണവും എന്താന്ന് കൃത്യമായിട്ട് മനസ്സിലാക്കിയിട്ട് വേണം ആൻസർ എഴുതാവുള്ളൂ കേട്ടോ. ഇമ്പോർട്ടൻ്റ് ആണ്. 1 മാർക്ക് ആണെങ്കിലും അത് നിങ്ങളുടെ A+ നഷ്ടപ്പെടുത്തുന്നതാണ്. അപ്പം അത് കൃത്യമായിട്ട് തന്നെ മനസ്സിലാക്കി പഠിക്കുക. അപ്പൊ എല്ലാവർക്കും ഈ ഒരു വീഡിയോ ഉപകാരമായെന്ന് ഞാൻ വിശ്വസിക്കുകയാണ്. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യണം, ഫ്രണ്ട്സിലേക്കൊക്കെ ഷെയർ ചെയ്യുക കേട്ടോ. അപ്പൊ മറ്റൊരു വീഡിയോയിലൂടെ നമുക്ക് വീണ്ടും കാണാം. എല്ലാവർക്കും നന്ദി, നമസ്കാരം, താങ്ക്